ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു റെസിപ്പി തന്നെയാണ്. റവ ലഡുവിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഞാൻ റവ ലഡുവിന്റെ ഉണ്ടാക്കുന്ന ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 1500 പീസിന്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷന്. അപ്പൊ ആ റവ ലഡു ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വീഡിയോ എടുത്ത സമയത്ത് ഞാനത് പോസ്റ്റ് ചെയ്തപ്പോ ഒരുപാട് പേരുടെ സംശയങ്ങൾ DM-ലൂടെയും അല്ലാതെയും വന്നിട്ടുണ്ടായിരുന്നു. വിൻ ചേച്ചി, റവ ലഡു ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ റവ കടിക്കുന്ന പോലെ, ഒരു പച്ച വാസന വരുന്ന പോലെ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര കടിക്കുന്ന പോലെ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ കൂടി അവലോസ് പൊടിയായിട്ടുള്ള രീതിയിൽ കഴിക്കണം, അല്ല പിടിച്ചാലും നിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ലൈക്ക് റവ ലഡുവിലും ഇത്രയും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്ക് റവ ലഡുവിന്റേത് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ കാണിച്ചു തരാം. ബിക്കോസ് ഞാൻ അന്ന് ഉണ്ടാക്കിയത് വലിയ ക്വാണ്ടിറ്റിയാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. അപ്പൊ ശരി, ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി ഒരുപാട് പേര് ഞാൻ ലെറ്റ്സ് ടോക്കിൽ സംസാരിച്ച സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാ ഇനി ഒറ്റയ്ക്ക് ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നോക്കുന്നേ, നമ്മൾ ഇത്ര കാലവും സമാധാനമായിട്ടും സാവകാശമായിട്ടും വേണ്ട രീതിയിലൊക്കെ വീട്ടിൽ ഇരിക്കലും പിടിക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു ജോലി എന്നുള്ള നിലയിൽ എന്റെ ഒരു പാഷനെ പ്രൊഫഷനായിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ തുടങ്ങുന്ന ഒരു കാര്യമാണ്. സോ എനിക്ക് അതിനോടുള്ള ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് 200% അത് ഉണ്ടാവും. സോ എനിക്ക് ഞാൻ 24 മണിക്കൂറും വർക്കിംഗ് ആണ്. ഞാൻ എന്റെ കാര്യങ്ങൾ വളരെയധികം നന്നായിട്ട് ചാർട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. എന്റെ കൂടെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള രീതിയിൽ ഷെഫ്സ് ആരും തന്നെയില്ല എന്നെ സഹായിക്കാൻ. പക്ഷെ നമ്മൾ സർവീസിന് പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഷെഫ്സിന്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാം. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലത്തെ കാര്യം, കുട്ടികളുടെ കാര്യം. യെസ്, കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോവുക, കൊണ്ടുവന്ന് ആക്കുക, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. വീട്ടിലത്തെ കാര്യങ്ങളും ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, അബുദാബിക്ക് പോകുന്ന സമയത്ത് വീട്ടിലേക്ക് വേണ്ട, കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എങ്ങനെ ഇത് സാധിക്കുന്നു? പ്രയോറിറ്റി, കൺസിസ്റ്റൻസി, നമുക്കറിയണം നമ്മുടെ കൈവേഗത എത്രയുണ്ട്. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം പീരീഡിൽ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ലാർജ് സ്കെയിൽ കുക്കിംഗ് എന്ന് പറയുന്നത് അത് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു സുപ്രഭാതത്തില് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. കണ്ണ്, കാത്, മണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ലാർജ് സ്കെയിൽ കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ഷെഫുകളുടെ കീഴിൽ പഠിച്ചിട്ടുള്ള ഒരാള് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയണ മാതിരി ഒരു കാര്യവും നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു, നമ്മളെല്ലാം എക്സ്പേർട്ട് ആയി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരുടെ കീഴിലും പോയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുപോകാനുള്ള കാരണങ്ങൾ. ഓക്കെ, അപ്പൊ വൈകാതെ തന്നെ നമുക്ക് പോവാം റെസിപ്പിയിലേക്ക്. വരൂ, നമുക്ക് കാണാം റവ ലഡു. അപ്പോൾ നമുക്ക് റവ ലഡു ഉണ്ടാക്കിയാലോ? ഓക്കെ, ഇപ്പോൾ രാത്രി സമയം ഏകദേശം ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നത് 2 മണിക്കാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. വോയിസ് ഓവറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വോള്യൂമിൽ ഹൈ പിച്ചിലേക്ക് പോകാൻ പറ്റില്ല, എല്ലാവരും ഉറങ്ങുകയാണ്. ഓക്കെ, വീട്ടിലുണ്ടാക്കുന്ന റവ ലഡുവിന് വളരെ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആ ഒരു കമേഴ്ഷ്യലായിട്ടുള്ള രീതിയിലല്ലാതെ വീട്ടിലുണ്ടാക്കുന്ന റവ ലഡു വളരെ ടേസ്റ്റി ആയിരിക്കും, പെട്ടെന്നാവും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു 2 കപ്പിനുള്ള റവയ്ക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം, നല്ല കുറച്ച് ഒരു 2 സ്പൂണോളം നെയ്യ് ഉപയോഗിക്കുക. എന്നിട്ട് ചീഞ്ചട്ടിയിലേക്ക് 2 ഗ്ലാസ് റവ എടുക്കുക. ഓക്കെ, അത് റോസ്റ്റഡ് റവയായാലും ശരി, നോർമൽ റവയായാലും ശരി, എന്തായാലും വറക്കണം. ഓക്കെ, നല്ല മണം വരണ സമയത്ത് അതിലേക്ക് ഞാൻ തേങ്ങ ഇടാറുണ്ട്. 1 കൈപ്പിടി, 2 ഗ്ലാസ് റവയ്ക്ക് 1 കൈപ്പിടി തേങ്ങ ധാരാളം മതി. ഇടയിൽ ആ തേങ്ങ കിടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് തേങ്ങയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം ചൂടാവണം. ഓക്കെ, നല്ല രീതിയിൽ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇത് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ഒരുപാട് പേര് എന്താണ് പറയുക, ഇതിടും, എന്താണ് പറയുക, നമ്മുടെ വാട്ടർമെലൻ്റെ സീഡ്സ് അതൊക്കെ ഇടും. ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇടുന്നത്. ഗ്യാസിൽ വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പഞ്ചസാര എത്രയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്ലാസ് റവയ്ക്ക് ഒരു 2.5 ഗ്ലാസോളം പഞ്ചസാര ഇട്ടോളൂ, കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക.
ഓക്കെ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന പാല് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ടുള്ള രീതിയിൽ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഇളം ചൂടിലിരിക്കുന്ന റവയും മിക്സ് ചെയ്തിരിക്കുന്ന പഞ്ചസാരയും പാല് തട്ടുന്ന സമയത്ത് നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ചൂടിലാണ് നമ്മൾ റവ ലഡു കുഴച്ചെടുക്കുന്നത്. മനസ്സിലായില്ലേ? ഒരുപാട് പേര് ഇവിടെയാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ റവ ലഡു ഉണ്ടാക്കുമ്പോൾ കേസരി പോലെ ഉണ്ടാക്കിയിട്ട് ഉരുട്ടുന്നതിന് പകരം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ റവ ലഡു വരും. അതായത് റവ, തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം വറുത്ത് കഴിഞ്ഞ് കൊണ്ടുവന്നതിന് ശേഷം എന്നിട്ട് നിങ്ങൾ പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം കാച്ചി വെച്ചിരിക്കുന്ന പാൽ അതിലേക്ക് തെളിച്ചിട്ട് നന്നായിട്ടൊന്ന് നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൻ്റെ ചൂട് കൊണ്ട് ആ ഇട്ടിരിക്കുന്ന പഞ്ചസാര ഇളകാൻ തുടങ്ങും. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റവ ലഡു ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. സോ എന്തായാലും നിങ്ങൾ വീട്ടിൽ പെട്ടെന്ന് തന്നെ, അതായത് ഇൻഫാക്റ്റ് ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ആ റവ ചൂടാക്കേണ്ട ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ. അത് കൂടാതെ വേറെ ഒന്നും ആവശ്യമില്ല. ടകയെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നറിയോ ഈ ഒരു റെസിപ്പി? എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും.